നമസ്കാരം മേരി പ്യാരി ദേശവാസിയോ, പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം. പിന്നെയും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. ജോലിക്ക് പോകണം. ഇനി അങ്ങോട്ട് പരീക്ഷയുടെ കാലഘട്ടമാണ്. ഒഫീഷ്യലി പരീക്ഷയുടെ കാലഘട്ടം. എല്ലാ ആഴ്ചയും പരീക്ഷയുണ്ട്. മുന്നൊരു തവണ ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്നത്ര സീരിയസ് ആയിരുന്നില്ല, കാരണം ആഴ്ചയിൽ ഒരു പരീക്ഷ വെച്ചായിരുന്നു. ഇനി അങ്ങോട്ട് ചെറിയ കൊമ്പന്മാർ തൊട്ട് ഒറ്റക്കൊമ്പന്മാർ തൊട്ട് എല്ലാ കൊമ്പന്മാരും ഉണ്ട്. പരീക്ഷയുടെ അയ്യരുകളിയാണ്. പിന്നെ കൊമ്പന്മാർ പറയാനുള്ള കാരണം തുടരും സിനിമ ഞാൻ കണ്ടായിരുന്നു. എന്താ ചെയ്യുക, എന്നാ ഇടിയ തുടരത്തിൽ. അയ്യോ തുടരത്തിലല്ല, തുടരും സിനിമയിൽ മോഹൻലാല്. ഹോ എന്നാ പെർഫോമൻസാ. നമുക്കൊക്കെ ഒരു ചാൻസ് ഇട്ടിരുന്നെങ്കിൽ നമുക്കും അങ്ങോട്ട് ചാടി മറിയായിരുന്നു. ഇവിടെ എവിടെയും മതിലുണ്ടായിരുന്നെങ്കിൽ ചാടായിരുന്നു. ഇല്ല, പോളണ്ടിൽ അങ്ങനെ മതിലൊന്നുമില്ല, മൊത്തം കമ്പി വേലിയ. മതിലുണ്ട് ഗൈസ്, സോറി. സോ നമ്മൾ വിഷയത്തിൽ നിന്നും അങ്ങ് പടർന്ന് പന്തിരിച്ചു പോയി. അപ്പോൾ നാളെ മുതൽ നമ്മൾ പഠിക്കും. ജോലി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കും. കാരണം പരീക്ഷയാണ്, തമാശക്കളിയല്ല. കാരണം പൊട്ടിയാൽ ഇയർ ബാക്കാണ്. സപ്ലി പരിപാടി നഹി ഹേ. സെമസ്റ്റർ പരീക്ഷയുണ്ട്, ഇയർ പരീക്ഷയുണ്ട്, കൊളോക്കിയുണ്ട്. ഈ മൂന്നും കൂടി കുഴച്ചാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡി മമ്മിയുണ്ട്. ചേട്ടൻ പ്രാർത്ഥിക്കുന്നുണ്ടാവാ. എന്തെങ്കിലും ആവട്ടെ, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക. കാരണം പരീക്ഷയാണ്. പിന്നെ നാളെ ജോലിയുണ്ട്. നാളെ കാലത്ത് 6 മണിക്ക് എണീക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ 3 ദിവസം വെളുപ്പിനൊക്കെയാണ് പോയി കിടന്നത്. എത്ര മണിക്കാണെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം സമയം 12 മണിയായിട്ടും എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. ഇനി ഇപ്പോൾ ഉറങ്ങിയാലാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുള്ളൂ. ഇന്ന് ഞാൻ കുറേ നേരം ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ഗുണിച്ചും ഹരിച്ചും നോക്കിയിട്ട് ശരിയാവണം മട്ട് ഞാൻ കാണുന്നില്ല. എങ്ങനെയും ഒന്ന് ഉറങ്ങാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ പാക്കിംഗ് ആസ് ഓൾവേസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ബണ്ണുണ്ട്. പിന്നെ ഇതും ബൺ തന്നെയാണ്. പിന്നെ ചോറ് അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു എരിവിന് വേണ്ടി കുറച്ച് മുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. മലയാളിക്ക് എന്ത് എരിവ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം ശരി, നാളെ നടക്കുന്നത് പോലെ വരട്ടെ. നമ്മൾ കാടിറങ്ങി വന്നിട്ട് എല്ലാം വെട്ടി നിരത്തുന്നതായിരിക്കും. നമസ്കാരം. കാലത്തായിട്ടുണ്ട്, തണുപ്പൊക്കെ മാറി തുടങ്ങി കേട്ടോ. അവസാനം ഇപ്പം 18 ഡിഗ്രി ഉണ്ട്. ഒരു സുഖം, ഒരു ചെറിയ കാറ്റും വെയിലും. സൂര്യനെ കണ്ടിട്ടില്ല. സൂര്യോദയം എപ്പോഴാണാവോ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ സൂര്യനും കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല സമാധാനപരമായ ദിവസമായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് പഠിക്കുക. ജോലി ആരെങ്കിലുമൊക്കെ ചെയ്തോളും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പഠിക്കുക. അപ്പം രണ്ടും കൂടി എങ്ങനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. അതല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. അതേപോലെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, എൻ്റെ കൈകൾ ഉപയോഗരഹിതമായിട്ടുണ്ട്. കാരണം ഒരു 2 ദിവസം മുന്നേ ഒരു മുറിവുണ്ടായിരുന്നു എൻ്റെ കൈക്ക്. അപ്പോൾ മടങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മുറിവ് മുഴുവൻ അങ്ങ് വലിഞ്ഞ് മുറുകി അനക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഒറ്റ പൊസിഷനാണ്, അതിനകത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുന്നു. ഒരു ചെറിയ മൂവ്മെൻറ്റ് കിട്ടും, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ അധികം കിടന്ന് ഇവിടെ പ്രഹസനത്തിന് ഇറങ്ങിയാൽ പണി പാളും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രഹസിപ്പിക്കുന്നില്ല. കാണിച്ചു തരാം കൈയുടെ അവസ്ഥ എങ്ങനെയാണെന്ന്. കണ്ട കൈ, ഇതാണ് ഇന്നത്തെ കൈയുടെ അവസ്ഥ. എല്ലാ ജോയിൻറ്റുമേയും ഇതിന് വലിഞ്ഞിരിക്കണോണ്ട് തൊടാൻ പറ്റൂല. ആ ഇരിപ്പ് തന്നെ ഇതൊരു വേദനയാണെന്ന് അറിയോ. പിന്നെ കൈ കഴുകാനും വയ്യ. വലിഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങി കിട്ടിക്കോളൂല്ലോ വേഗം. പഴുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു സുഖം ഉണ്ടാവില്ല. പരീക്ഷ എഴുതേണ്ടതല്ലേ. അപ്പം ശരി, നമുക്കിന്ന് എന്താവുമെന്ന് കണ്ടറിയാം. ബ്രേക്ക് ടൈമായി, നമുക്ക് പഠിക്കണം. പഠിത്തം തന്നെ പഠിത്തം. ഇവന്മാരപ്പുറത്തിപ്പുറത്ത് ഇരുന്ന് സൂചിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ആഴ്ചയിലും മാസത്തിലൊക്കെ വല്ല കാലത്താ ക്ലാസ് ഉള്ളൂ. അവൻ്റെ ഭാഗ്യം. പുള്ളിയാണെങ്കിൽ ലൈസൻസിങ് എക്സാം കഴിഞ്ഞ് അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ കോടീശ്വരൻ. 25,000 സ്ലോട്ടൊക്കെയാണ് പെർ മന്ത് കിട്ടുക. എനിക്ക് ഇനിയും പഠിക്കണം. 1.5 വർഷം എന്തെങ്കിലും ആവണം. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ പഠിക്കും. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടോക്സിക്കോളജിയിലെ തന്നെ എന്നിട്ടാണ് പ്ലാന്റ് പോയ്സണിങ്. കുറേ ചെടികളുണ്ടാവുമല്ലോ നമുക്ക് പണി തരുന്നത്, അവരെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ കുറച്ച്, അതായത് പശുക്കളെ കൂടുതൽ ബാധിക്കുന്ന ചെടികൾ, പന്നീനെ കുറേ ബാധിക്കുന്ന ചെടികൾ, കുതിരേനെ ബാധിക്കുന്ന ചെടികൾ, പിന്നെ കുറേ സാധനങ്ങൾ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളിന്ന് ജോലിയിനേക്കാൾ കൂടുതലായി നമ്മൾ പഠിത്തത്തിനെ ആണ് ഫോക്കസ് ചെയ്യുന്നത്.
Are you like this, sir? Are you a person who focus more on your studies than work? Yes, of course. Why? Because it depends on how much I study. It depends on the way I will work. Okay. So if I study more, I will work less and earn better. Oh, that's nice. No? That's true. Yeah. Move your hand. Because I have the same question for you. Which one would you like to do more? Study and get a good job or continue what you are doing now? Who told you I want to get a job? I mean, start a business. Yes. Future. It's in the future. So currently what are you doing now then? Whatever you study helps you. Even if it's not in your field, whatever you study, it's nothing that, it's never a disadvantage. It's always an advantage. Even if you're not gonna use it or something, but somehow it's an advantage. That's why I always tell you to study Polish, even if you're not gonna stay here. It's a language which will help you. Maybe you'll travel like another country And you can get a stop job. coming here. But you go like to the bar and you see this lady and you like it so much and you go talk to her and she doesn't speak English, she just speaks Polish. And you will regret all these years you staying here and not studying Polish. That is true. See? That is true, sir. I'm just giving you an example. Okay. Maybe the horse speaks in Polish. How will you communicate with it? Why he is thinking like this? Be a gentleman, mister. I'm joking. Okay, joke. Jokes apart. I'm so sorry for the horse. Jokes apart. So, okay, no more, nothing. അങ്ങനെയാണ് കാര്യങ്ങൾ. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ പഠിക്കാനാണ് വന്നതെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞൊരു ജോലി ആ ഒരു ഫീൽഡിൽ കിട്ടിയാൽ നല്ലതായിരിക്കും. പക്ഷേ വന്നു കഴിഞ്ഞ് എവിടെയെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് കയറി എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കിട്ടി അതിൽ കണ്ണ് മഞ്ഞളിച്ച് അത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ കുറച്ച് കഷ്ടപ്പെട്ട് പിന്നീട് കിട്ടേണ്ട നല്ല ജോലി അവിടെ തന്നെ ഇരുന്ന് പോകും. പകരം ഈ കുഞ്ഞു ജോലിയിൽ നിങ്ങളങ്ങോട്ട് പിടിച്ച് നിന്നങ്ങോട്ട് പോകും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക. അത്രയൊക്കെ തന്നെ. ഞാൻ പഠിക്കട്ടെ, കുറച്ച് നേരം കൂടി ഇരുന്ന് എത്രമാത്രം നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ പഠിക്കും. അതെ, മാഫി മുഷ്കിൽ മാഫി കലാസ്, അത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പം ശരി. ഇന്നലെ ഉറങ്ങാൻ നോക്കിയിട്ട് എന്തൊക്കെ കാണിച്ചിട്ടും ഉറക്കം ശരിയായില്ല. ഇത്രയും നേരം വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പം കണ്ണൊക്കെ വേദന എടുക്കണം. കണ്ണ് നിങ്ങൾ കണ്ട ആകെ ടയേർഡായി. എൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ഒക്കെ കൂടി കഴിഞ്ഞ് നേരം ഇടയ്ക്ക് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ബോഡി ആകെ വീക്കായിട്ടുണ്ട്. പനിയെങ്കാലം പിടിച്ച തീർന്ന് പിടിക്കാതിരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ബോഡി എന്തായാലും നല്ല രീതിയിൽ വീക്കാണ്. ഞാൻ എവിടെയെങ്കിലും പോയി ചെയ്യാനുള്ള പ്ലാനാണ്. കാരണം അത്രയും വീക്കായി. ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. എവിടെയെങ്കിലും പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടൊന്നുമില്ല. സമയം ഇനിയും കിടക്കാണ് മണിക്കൂറുകളോളം. ഞാൻ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി. എനിക്കാണെങ്കിൽ തല വെട്ടിപ്പൊളിയണു. എൻ്റെ ഷുഗർ ആകെ ഡൗൺ ആയേക്കണു. ഇന്നലെ രാത്രി കുറേ ദിവസം മറ്റേ വെളുപ്പാങ്കാലത്തൊക്കെ കിടന്നും പിടിഞ്ഞും വന്നിട്ട് ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല. പണി ഇപ്പം എനിക്ക് ഈ കണ്ണുറന്നിരുന്നിരുന്നിരുന്ന് ഈ ലൈറ്റിൻ്റെ ഇടയിൽ ഇരുന്നിട്ടേ കണ്ണടിച്ചു പോണ്. ഉറങ്ങിക്കഴിഞ്ഞിട്ടും ആകെ ഒരു തളർച്ച. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ബിദ്രോങ്കി ഉണ്ട് അടുത്ത്, അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും മേടിച്ച് കുടിക്കാൻ കിട്ടിയാൽ മേടിച്ച് കുടിക്കാമെന്ന് വെച്ചു. മുള്ളർ മിൽച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കുടിക്കാമെന്ന് വെച്ചു. ഒന്ന് ഷുഗർ ഒന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വിറ്റാമിൻ ഡി ഇങ്ങോട്ട് ഒഴുകുക. കാരണം 24 ഡിഗ്രി ഉണ്ട്. ഈ ഒരു കാലാവസ്ഥയ്ക്ക് കൊണ്ട് എന്തോരം ആഗ്രഹിച്ചിരുന്നു എന്നറിയൊരു കാലത്ത്. ഇനിയിപ്പോൾ ഇത് കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഉള്ളപ്പോൾ വരട്ടെ. ഇനി വേറെ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നുണ്ടായൊരു സംഭവം പറയാം. ഈ ആഴ്ച ഇൻറ്റേൺഷിപ്പൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ നല്ല ഷെഡ്യൂൾ ഇട്ട് ഈ ആഴ്ച എൻ്റെ കൂടെ വരേണ്ട ടീമിൻ്റെ. അപ്പോൾ 1-2 ഇത്തിരി റേസിസം തലയ്ക്ക് പിടിച്ച ആൾക്കാരുണ്ട്. ഞാൻ അവരെ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാറില്ല. വേറെ ടീമിൽ ഉള്ളതാണ്. അതായത് നല്ല എഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് അവരിപ്പോഴും ആ ടീമിലുള്ളത് താനും. പിന്നെ അവരുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കാലത്തൊട്ട് തലയ്ക്ക് വട്ട് പിടിച്ചേക്കായിരുന്നു. എനിക്കാണെങ്കിൽ പോളിശ് വലിയായിട്ട് അറിയാൻ പാടില്ല. ഇനി ഒരെണ്ണം പറയും ചെയ്യാൻ പറയും, വലിയ ചാട് അടിച്ച് നിൽക്കും. അവസാനം ഞാൻ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ചത്താലും അവർ വരില്ല. എനിക്ക് തലയ്ക്ക് വട്ട് പിടിച്ചിട്ട് എനിക്കറിയാവുന്ന പോളിഷൊക്കെ വെച്ച് നല്ല കലക്കലക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യണ എല്ലാവർക്കും ഒറ്റ റൂളേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എക്സെപ്ഷനാണ്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ജോലി ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുക, ബ്രേക്ക് എടുക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് എടുക്കുക.
അതായത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പോയി വെറുതെ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം ഒരുമിച്ച് ഈക്വലായിട്ട്. ഒരാളുടെ കഴിഞ്ഞൊന്നും പറഞ്ഞ് ഒരാൾക്ക് അടിച്ച് പൊളിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ഈ പുള്ളിക്കാരിക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, പിന്നെ ഒരു മണിക്കൂർ ബ്രേക്ക്, പിന്നെ ഫോൺ ചരണ്ടിൽ ഒന്ന് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൂക്കോളം പറഞ്ഞു. എന്തേലും ആവട്ടെ, സർവ്വസാധാരണയാണ്. ഞാൻ ഇതായതൊന്നുമല്ല, കാരണം ഞാൻ ടീം പൊതുവിടുമ്പോൾ എല്ലാ നാഷണാലിറ്റീസിനെയും കൂട്ടിയിടാറ്. ഇവളും വേറെ ഒരു ടീം കൂടെയാണെന്ന് പോളിഷുകാരുണ്ടായി, ബാക്കി പലതും പല പല രാജ്യക്കാരായിരുന്നു. ഇവളെൻ്റെ തല തിന്നിട്ട് അവസാനം ഇപ്പോൾ കുളം പറഞ്ഞു. അപ്പം അതായിരുന്നു ഇന്നത്തെ സംഭവം. അത് കാലത്തിട്ട് വന്നതിൻ്റെ വരില്ല, തല ഇങ്ങനെ പെരുത്ത് കിടക്കുക. ഇപ്പോൾ ബിദ്രോങ്കയിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണമെന്ന് ആശ്വസിക്കാൻ. ബിദ്രോങ്ക് ഇതാ കാണുന്നതാ അവിടെ. അതാണ് ഇന്നത്തെ കാര്യം. പലരും കൈ തന്ന് സഹായിച്ചിട്ടേ നിങ്ങൾ വളരൂ എന്ന് വിചാരിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് പോവും, ഒരു ദിവസം കണക്കും കേൾക്കേണ്ടി വരും. എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്തെങ്കിലും നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ, അത് വേറൊരാൾ മൊത്തം തള്ളി തന്ന് കയറി വരുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പം ഞാൻ ഈ പോളണ്ടിൽ വന്ന് പെടാപ്പാട് പെട്ടിട്ടും എന്നെ ഒരാളും സഹായിച്ചിട്ടില്ല. ബന്ധുക്കാരോ നാട്ടുകാരോ ഒരുത്തരും എന്നെ സഹായിച്ചിട്ടില്ല. ഇവിടെ ജോലി കിട്ടാനാവട്ടെ എന്തിനാവട്ടെ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അത് എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും മാത്രം അച്ചീവ്മെൻ്റാണ്. നിങ്ങൾക്കും അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. പക്ഷേ ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിലെത്തും. ഒന്നല്ലെങ്കിൽ കിടുക്കി ഇങ്ങോട്ട് പൊന്തും, അല്ലെങ്കിൽ താഴും. പക്ഷേ അത് നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും. വേറൊരാൾ എന്നിട്ട് ഞാൻ നിന്നെ സഹായിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ വരില്ല. അപ്പോൾ ഇത് ഏത് പോയിന്റ് ആവട്ടെ, നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രൗഡാവാം. ഞാനിപ്പോൾ ആവുന്നത് പോലെ നിങ്ങൾക്കങ്ങനെ ആകണമെങ്കിൽ ആ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ എൻജോയ് ചെയ്യാൻ നോക്കുക. ഹാർഡ് ടൈംസ് ഉണ്ടാവും, വളരെ മോശം ടൈമുകളുണ്ടാവും, എല്ലാ ടൈമുകളും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ടൈം ഉറപ്പായിട്ടും ഉണ്ടാകും. എൻ്റെ പേഴ്സണൽ അനുഭവമാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ശ്രമിച്ചുകൊണ്ടിരിക്കുക, തോറ്റുകൊടുക്കാതിരിക്കുക. ആരും വന്ന് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ലീവ് യുവർ ലൈഫ് അങ്ങോട്ട് പൊക്കോളും. നിങ്ങളങ്ങോട്ട് പരമാവധി അതിന് എഫേർട്ടൊക്കെ ഇട്ട് ബെറ്റർ ആക്കാൻ നോക്കിയാൽ മതി. അപ്പം ശരി, ഇന്നത്തെ ജോലി കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞു. ഷടപടയെന്ന് പറഞ്ഞ് ഓടിയാൽ വന്നേ, കാരണം ആകപ്പാടെ 3-4 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ട്രാം വരാൻ. അതുകൊണ്ട് തന്നെ ഓടി കിതച്ചാ വന്നേ. ദേ വരുന്നു നമ്മുടെ ട്രാം അങ്ങകലെ. സിഗ്നലിൽ കുറേ ഉള്ളതിൻ്റെ പേരിൽ ഇങ്ങോട്ട് എത്തിപ്പെടാൻ സമയമെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുറുക്കൻ്റെ കല്യാണമുണ്ട്. അവിടെ മുഴുവൻ മഴക്കാർ, ഇവിടെ ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത വെയിൽ. എന്താണാവോ, മഴയും പെയ്യുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ വെള്ളം വീണ് കിടക്കണണ്ട, ചെറുതായിട്ട് വീഴുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ മഴ പെയ്യുന്നത് കാണാൻ പറ്റും. കിടിലൻ കാലാവസ്ഥ ഇവിടെ, ഒടുക്കത്തെ മഴക്കാരിവിടെ. എൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ട്രാമും വരണു. ഇന്നത്തെ ജോലിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ഒരു പെണ്ണുമ്പിള്ളയുടെ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രമൊക്കെ തന്നെ ഈ ട്രാം പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിയും. അതുകൊണ്ട് ശരി, ബൈ ബൈ. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ബൈ ബൈ.